ഹലോ. അപ്പോൾ തമ്പനയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഇന്ന് എൻ്റെ ഒരു വെയ്റ്റ് ഗെയിൻ ജേണി അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ പറയുക, എന്താ പറയുക ഭയങ്കര എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ കാര്യങ്ങൾ, അതെല്ലാമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ പറയണത് ഇവൾക്ക് പ്രാന്താണോ, ഇതൊക്കെ ഇവൾ പറയണതൊന്നും ശരിയല്ല എന്നൊക്കെ ചിലവർക്കൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ പേഴ്സണലി ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് നന്നായിട്ട് വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് 36 കിലോയാണ്, ഇപ്പം 52. സത്യം പറഞ്ഞാൽ 52 ഇപ്പം ഞാൻ വെറുതെ ഇരുന്ന് തിന്ന് ഇപ്പം 53 ആയിട്ടുണ്ട്. അപ്പോൾ ഈ 36 നിന്നും ഞാൻ 53 എങ്ങനെയായിരുന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം കുറച്ച് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫുഡിൻ്റെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങി. ഞാൻ തീരെ കഴിക്കാണ്ടൊക്കെയായി. ഡിഗ്രി സമയത്താണെങ്കിൽ പോലും രാവിലെ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകണ കുറച്ച് ചോറ് മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഡിഗ്രി സമയത്ത് പോലും ഞാനൊരു 36 അത്രയൊക്കെ തന്നെ ഞാൻ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിയാക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവരിങ്ങനെ എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ വണ്ണം വയ്ക്കാത്തേ, ഒന്നും തിന്നണില്ലേ. ചിലവർ ചോദിക്കും നീ തിന്നണതൊക്കെ എങ്ങോട്ടേക്കാണ് പോണത്. അങ്ങനെ കുറേ മിക്സഡ് ആയിട്ടുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആ ത്രൂ ഔട്ട് മൊത്തം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരം കേൾക്കാറുള്ള വേറൊരു ഡയലോഗായിരുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴത്തേക്കും തുടങ്ങും കോലുമ തുണി ചുറ്റിയ പോലെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രിക്ക് മുന്നേ വരെ ആൾക്കാർ ഇതൊക്കെ പറയുമെങ്കിലും ഞാനങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ള ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ കളിയാക്കലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും എനിക്ക് ഇന്നേ വരെ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വേറെ കുറേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെയാണ് ഇതൊക്കെ നമ്മളുടെ അടുത്ത് പറയാം. ഡിഗ്രിയുടെ സമയമായപ്പം അപ്പോൾ എനിക്ക് കുറേ ഫുഡ് കഴിക്കണം, എനിക്ക് എന്തായാലും കുറച്ചും കൂടെ വണ്ണം വെക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നു തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിലൊരു വെയിറ്റ് നോക്കണ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണേക്കാട്ടിലും മുന്നേ ഓടിപ്പോയി ഞാൻ വെയിറ്റ് നോക്കും. അപ്പോൾ കൂടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. ഇച്ചിരി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ചില ദിവസം കുറയും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, അത് എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, മറ്റുള്ളവർ അങ്ങനെ പറയണു. അപ്പം അതുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ, അവരിനി മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വണ്ണം വെക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിനെ ഗൂഗിൾ മാമിനെയാണല്ലോ നമ്മൾ നോക്കണത്. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, കുറേ സ്മൂത്തീൻ്റെ വീഡിയോസ്, അവർ കഴിച്ച ഫുഡുകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. ഞാൻ അതൊക്കെ കുറേ ട്രൈ ചെയ്തു. അങ്ങനെ കുറേ സ്മൂത്തീസും കാര്യങ്ങളും ഉണ്ടാക്കി നോക്കി, നെയ്യ് ഒഴിച്ച് ഫുഡ് കഴിച്ച് നോക്കി, പാല് കുടിച്ചു, എന്താ പറയുക ഏത്തപ്പഴം കഴിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. ഞാൻ തടി വെച്ചില്ല, ഒരു ഗുണം എനിക്കുണ്ടായില്ല. അന്നത്തെ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നില്ലല്ലോ. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, പക്ഷേ ട്യൂഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പം നട്ട്സ് മേടിക്കാനാണെങ്കിലും സ്മൂത്തീസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ നമ്മുടെ അപ്പൻ്റെ അടുത്ത് നിന്നാണ് പൈസ ഇസ്ക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസ പോണതല്ലാണ്ട് ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ ശരീരത്തിൽ പിടിക്കണില്ല, എനിക്ക് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അളവ് കൂട്ടിക്കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നും. പിന്നെ ഈ സ്മൂത്തീസൊക്കെ കഴിക്കുമ്പോൾ എന്താണെന്നറിയും, ഞാൻ വേറെ ഭക്ഷണങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു. ഇപ്പം ഒരു വീഡിയോ കണ്ടു, ഈ ഒരു ഗ്ലാസ് സ്മൂത്തി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട്, 2 ആഴ്ച കൊണ്ട്, 1 മാസം കൊണ്ട് വണ്ണം വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ആ സാധനത്തിലായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഞാനങ്ങനെ കഴിക്കില്ല.
അങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണമില്ലല്ലോ. ഞാൻ പറയുന്നത് ആ വീഡിയോസൊക്കെ എനിക്ക് ഗുണം ഉണ്ടായില്ല എന്നാണ് കേട്ടോ. ചിലപ്പം ആ വീഡിയോസ് ഇട്ട ആൾക്കാർക്ക് പേഴ്സണലി അത് യൂസ് ചെയ്തിട്ട് അവർക്ക് തടി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഓരോരുത്തരുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് തടി വയ്ക്കും, ചില ആൾക്കാർക്ക് ഭയങ്കര സമയമെടുക്കും തടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. അവരുടെ വീഡിയോസൊക്കെ പൊട്ടയാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്കത് യൂസ് ആയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിന് അതൊന്നും എനിക്ക് സ്യൂട്ടായി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾക്ക് രാവിലെ ഉച്ചയ്ക്കും രാത്രി എന്നുള്ള രീതിക്കാണല്ലോ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. ഇപ്പം ഞാൻ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മുടെ വീട്ടിലിപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം യൂഷ്വലി ഇപ്പം 2 ദോശ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വണ്ണം വെക്കാനായിട്ട് ഞാനത് 4 ആക്കി. അപ്പം എന്തായാലും ആ ഒരു 2 ദോശ തന്നെ ഞാൻ കഷ്ടപ്പെട്ട ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം 4 ദോശ കഴിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചു. പിന്നെ ഈ ഒരു ട്രിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്കൂളിൽ എപ്പോഴും എന്താ പറയുക, നമ്മൾ വർക്കിംഗ് പേഴ്സൺ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിൽ ഡിഫിക്കൾട്ടായിരിക്കും. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത്. ഡിഗ്രിയുടെ ത്രൂ ഔട്ട് ഞാനൊരു 36, ചില സമയത്ത് 38 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞാൻ വീട്ടിലിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് തടി വെച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാടൊന്നുമല്ല, അപ്പോഴും ഒരു 46, 47 വരെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 36-ൽ നിന്നും ഒരു 46, 48 എത്തിയത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പം പറയാൻ പോണേ. അപ്പം ഫുഡ്, അപ്പം 4 ദോശ ഞാൻ എങ്ങനെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് 2 ദോശ കഴിക്കും, എന്നിട്ട് കുറച്ച് സമയം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ 2 ദോശ കഴിക്കും. അപ്പം 4 ദോശ നമ്മളുടെ ഉള്ളിൽ ചെന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്തെ ഫുഡാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഒരു തവീൻ്റെ കണക്ക് പറയാം. 2 തവി ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അത് 4 തവിയാക്കി. അത് 2 തവി ഫസ്റ്റ് കഴിച്ചു, കുറച്ച് സമയം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ 2 തവി കഴിച്ചു. അങ്ങനെയും രാത്രി ഞാൻ ഫോളോ ചെയ്തു. ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കിയത് ആ ഭക്ഷണം സാധാരണ കഴിക്കുന്നതിൽ നിന്നും ഒരു ഡബിൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സ്മൂത്തീസും കാര്യങ്ങളും കഴിച്ചില്ല, നട്ട്സ് കഴിച്ചില്ല, നെയ്യ് കഴിച്ചില്ല, ഒന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ ഇതെല്ലാം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് വണ്ണം വെച്ചില്ല. ഈ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ് ഒരു 36 കിലോയിൽ നിന്നും ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നില്ല, 46 47 ആയിരുന്നു. ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ മാറിയത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വന്ന് നിൽക്കുന്നത് 53 കിലോയിലാണ്. 53 കിലോ ഞാൻ എത്തിയത് കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുബായിലോട്ട് പോയി. അവിടുത്തെ വർക്ക് പ്രഷറും എല്ലാം കൊണ്ട് ഫുഡൊന്നും നേരേക്ക് കഴിക്കാണ്ട് പിന്നെയും എനിക്ക് തോന്നുന്നു ഞാനൊരു 48-ൽ നിന്നും പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവാം. ആ സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ വണ്ണം വെച്ചത് ഞാൻ അവിടുത്തെ ജോബ് റിസൈൻ ചെയ്തിട്ട് കുറച്ച് നാൾ ഞങ്ങൾ വീട്ടിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ്. പിന്നെ ആ സമയത്ത് ഞാൻ തടി വയ്ക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഞാൻ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മളുടെ ശരീരത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ചത് അതാണ്. ഇപ്പം നാട്ടുകാരും മറ്റുള്ളവരും പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുക, വണ്ണം വെക്കണമെന്ന് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിൽ പിടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ആസ്വദിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചപ്പോഴാണ് എൻ്റെ ദേഹത്ത് പിടിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ദുബായിൽ ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്താണ് ഞാൻ 53 കിലോ വരെ എത്തിയത്. അപ്പോൾ അത് ഞാൻ ഫുഡ് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എൻ്റെ കിട്ടിയവൻ തന്നെയാണ്. ആൾ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്യുക, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ആളുടെ കൂടെ കൂടിയിട്ടാണ് ഞാനും ഈ ഫുഡിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ആ ഒരു സമയം എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ 56-ലോട്ട് എത്തിയത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ക്രെഡിറ്റാണ്. ഞാൻ അമ്മാതിരി തീറ്റയായിരുന്നു ആ സമയത്ത് തിന്നുകൊണ്ടിരുന്നത്. ചില സമയത്തൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. അവിടെ ഉറങ്ങിയിട്ടും ഞാൻ എഴുന്നേൽക്കും. വിശപ്പ് വന്നിട്ട് വയറിൽ നിന്ന് ഇങ്ങനെ ഗുളുഗുളു ശബ്ദമൊക്കെ വന്നിട്ട് ഞാൻ എഴുന്നേൽക്കും. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഇതാണല്ലോ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം തന്നെ സ്റ്റാർ വൺ എന്ന പേര്, സ്റ്റാർ വണ്ണിൽ മെസ്സേജ് അയക്കും. എനിക്ക് അവിടുത്തെ ഫേവറേറ്റ് അവിടുത്തെ ചിക്കൻ മാൻഗോ സൂപ്പും ഫ്രൈഡ് റൈസും ആയിരുന്നു. ചേട്ടാ ഒരു ഫ്രൈഡ് റൈസ്, ഒരു മാൻഗോ സൂപ്പ്. അപ്പം തന്നെ അവർ കൊണ്ടുവരും.
അങ്ങനെയാണ് ഞാൻ ഈ ഒരു 53 കിലോയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നു, അവർ നിങ്ങൾക്ക് വണ്ണമില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ അയ്യോ എനിക്ക് വണ്ണം വെക്കണം അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ ഇതാവേണ്ട. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക, മനസ്സറിഞ്ഞ് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വണ്ണം വെക്കുന്നത് അത്ര വലിയ ഇതൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പം വണ്ണം ഉള്ളവരാണെങ്കിലും വണ്ണം ഇല്ലാത്തവരാണെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇപ്പം വണ്ണം ഇല്ലാത്ത കുറേ ആൾക്കാർ അൺഹെൽത്തി ആണെങ്കിൽ അത് പ്രശ്നമാണ്, വണ്ണം വെച്ചിട്ട് അൺഹെൽത്തി ആണെങ്കിൽ അതും പ്രശ്നമാണ്. സോ തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല പക്ക ഹെൽത്തി ആയിട്ടിരിക്കുക. നാട്ടുകാരോടും മറ്റുള്ളവരോടൊക്കെ പോകാൻ പറ, അവരൊന്നുമല്ല നമ്മളുടെ കാര്യങ്ങൾ നോക്കണേ. ഇത്രയൊക്കെ ഉള്ളൂ. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ എന്നാലും ജസ്റ്റിൻ്റെ ഒരു ഇതാണ്, നിങ്ങൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി നോക്കുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സ്മൂത്തീസ്, അങ്ങനത്തെ വെയിറ്റ് ഗെയിൻ സ്മൂത്തീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ദേഹത്ത് പിടിക്കുമായിരിക്കും. അത് ഓരോരുത്തരുടെ നേച്ചറാണ്, ലൈക്ക് ഓരോരുത്തരുടെ ഇതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.